എന്തുപറ്റിയെന്ന നിരാശയിലാണിപ്പോൾ ആരാധകർ. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ദയനീയ തോൽവി നേരിട്ടിരിക്കുകയാണ് കേരളം. കരുത്തരായ ആന്ധ്രയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിന്റെ പരാജയമാണ് കേരളം നേരിട്ടത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കേരളം വെറും 87 റൺസിൽ ഓൾ ഔട്ട് ആയപ്പോൾ ആന്ധ്ര 13 ഓവറുകളിൽ 4 വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി വിജയം കണ്ടു. നോക്കൌട്ട് പ്രതീക്ഷകൾ ശക്തമായി നിലനിർത്തുന്നതിന് ജയം അനിവാര്യമായിരുന്ന കളിയിലാണ് കേരളത്തിന്റെ ദയനീയ തോൽവി. ടൂർണമെന്റിൽ ഇത്തവണ കേരളത്തിന്റെ ഏറ്റവും മോശം കളിയാണ് ആന്ധ്രയ്ക്കെതിരെ കണ്ടത്. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ അടക്കം എല്ലാവരും ബാറ്റിംഗിൽ ഫ്ലോപ്പായി. കേരളത്തിനെതിരെ വിജയിച്ചതോടെ 5 കളികളിൽ 20 പോയിന്റുമായി ആന്ധ്ര നോക്കൌട്ട് സാധ്യത ഏറെക്കുറെ ഉറപ്പാക്കിയിട്ടുണ്ട്. മുംബൈക്കെതിരെ നടക്കാനിരിക്കുന്ന അവസാന കളിയിൽ ജയിക്കാനായാൽ 1ാം സ്ഥാനക്കാരായി ആന്ധ്രയ്ക്ക് നോക്കൌട്ടിലേക്ക് പോകാം. അതേസമയം 6 കളികളിൽ 16 പോയിന്റുള്ള കേരളത്തിന്റെ നോക്കൌട്ട് പ്രതീക്ഷകൾ ഇനി ആന്ധ്ര മുംബൈ ടീമുകളുടെ കൈകളിലാണ്. ആന്ധ്ര അവസാന മത്സരത്തിൽ മുംബൈയെ തോൽപ്പിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ നോക്കൌട്ട് പ്രതീക്ഷകൾക്ക് അവസാനമാകും. ആന്ധ്രയ്ക്കെതിരായ കനത്ത തോൽവി കേരളത്തിന്റെ നെറ്റ് റൺ റേറ്റും വല്ലാതെ ഇടിയാൻ കാരണമായിട്ടുണ്ട്. കേരളത്തിനെതിരായ മത്സരത്തിൽ ടോസ് നേടിയ ആന്ധ്ര ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ തീരുമാനം ശരിയെന്ന് തെളിയിക്കുന്നതായിരുന്നു ആന്ധ്ര ബൗളർമാരുടെ പ്രകടനം. ഓപ്പണർ രോഹൻ കുന്നുമലിനെ തുടക്കത്തിൽ തന്നെ വീഴ്ത്തിയ ആന്ധ്ര സഞ്ജു സാംസണെയും നിലയുറപ്പിക്കാൻ അനുവദിച്ചില്ല. 7 റൺസായിരുന്നു സഞ്ജുവിന്റെ സമ്പാദ്യം. 3ാം നമ്പറിൽ ഇറങ്ങിയ സീനിയർ താരം ജലജ് സക്സേനയാണ് കേരളത്തിന്റെ ടോപ്പ് സ്കോറർ. 22 പന്തിൽ 3 ഫോറുകളുടെയും 1 സിക്സറിന്റെയും സഹായത്തിൽ 27 റൺസാണ് സക്സേന നേടിയത്. മുഹമ്മദ് അസ്റുദ്ദീൻ 0, സൽമാൻ നിസാർ 3, വിഷ്ണു വിനോദ് 1, അബ്ദുൾ ബാസിദ് 18 എന്നിങ്ങനെയാണ് മറ്റ് പ്രധാന കേരള ബാറ്റർമാരുടെ സ്കോറുകൾ. വെറും 18.1 ഓവറുകളിലാണ് കേരളം 87 റൺസിന് പുറത്താകുന്നത്. പിന്തുടരാനുണ്ടായിരുന്നത് ചെറിയ വിജയലക്ഷ്യമായതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെയാണ് ആന്ധ്ര കളിച്ചത്. കേരള ബൗളർമാർക്കെതിരെ അനായാസം ബാറ്റ് വീശിയ ആന്ധ്ര 13 ഓവറുകളിൽ മത്സരം സ്വന്തമാക്കി. 33 പന്തിൽ 56 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന KS ഭരതാണ് ആന്ധ്രയുടെ ടോപ്പ് സ്കോറർ. ആന്ധ്രയ്ക്കെതിരായ കളിയോടെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന്റെ ഗ്രൂപ്പ് മത്സരങ്ങൾ അവസാനിച്ചും കഴിഞ്ഞു. ഗ്രൂപ്പ് ഇയിൽ 6 മത്സരങ്ങൾ കളിച്ച കേരളം 16 പോയിന്റാണ് നേടിയിട്ടുള്ളത്. സർവീസസിനെതിരായ 1ാം മത്സരത്തിൽ 3 വിക്കറ്റിന് ജയിച്ച കേരളം മഹാരാഷ്ട്രയോട് 4 വിക്കറ്റിന് തോറ്റു. നാഗാലാൻഡിനെതിരെയായിരുന്നു ടീമിന്റെ 3ാം മത്സരം. ഈ കളിയിൽ കേരളത്തിന്റെ വിജയം 8 വിക്കറ്റിനായിരുന്നു. കരുത്തരായ മുംബൈയെ 43 റൺസിന് തകർത്ത കേരളം ഗോവയെ 11 റൺസിന് വീഴ്ത്തി. അവസാന കളിയിലാകട്ടെ ഇപ്പോൾ ആന്ധ്രയോട് 6 വിക്കറ്റിന്റെ പരാജയവും നേരിടേണ്ടി വന്നിരിക്കുകയാണ്.